പരിശുദ്ധനായ കർത്താവിന്റെ പവിത്രനാമത്തിന് എല്ലാ മഹത്വവും പുകഴ്ചയും അത്യാദരവ് അർപ്പിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെയെല്ലാം ഞാൻ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, നിങ്ങളോട് അറിയിക്കാൻ പരിശുദ്ധാത്മ നൽകിയ ഒരു ദൂതുണ്ട്. അധരമായി ഞാൻ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് 2 വാക്യങ്ങൾ വായിക്കാം. അത് 2-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്കു വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകും. നിങ്ങൾ വേണ്ടുവോളം തിന്ന് തൃപ്തരായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന യഹോവയുടെ നാമത്തെ സ്തുതിക്കും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. ദൈവശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദര, വത്സല്യ സഹോദരി, മാതാവേ, കുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്നോടാണ് ദൂത് പറയുന്നത്. നീ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനാണോ? നീ ലജ്ജിച്ചു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. പ്രിയരെ, ബാബേൽ പ്രവാസത്തിൽ നിന്ന് ഇസ്രയേൽ ജനം മടങ്ങി വരുന്നതിന് തൊട്ടുമുൻപ്, അതായത് BC 800 പരിശുദ്ധാത്മാവ് തന്റെ ജനത്തിന് യോവേൽ പ്രവാചകനിലൂടെ നൽകിയ അരുളപ്പാടാണ് നാം വായിച്ചു കേട്ടത്. നമുക്ക് ഈ പ്രഭാതത്തിൽ കൃപയിൽ ആശ്രയിച്ച് ഈ വേദഭാഗം പ്രാർത്ഥനയോടൊന്ന് ധ്യാനിക്കാം. തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ച് യഥാസ്ഥാനപ്പെടുന്ന ദൈവജനത്തിന് കരുണയുള്ള കർത്താവ് നൽകുന്ന 4 അനുഗ്രഹങ്ങൾ നമുക്ക് ഈ വേദഭാഗത്ത് കാണാൻ കഴിയും. എന്തൊക്കെയാണത്? 1, നഷ്ടപ്പെട്ട നന്മ മടക്കിത്തരും. ആരോടാ ദൈവാത്മാവ് പറയുന്നത്? കുഞ്ഞെ, നഷ്ടപ്പെട്ട നന്മ മടക്കിത്തരും. അതെ, പച്ചപ്പുഴുവും തുള്ളനും വിട്ടുക്കിളിയും തിന്നുകളഞ്ഞ നന്മകൾ നിനക്ക് സ്വർഗം മടക്കിത്തരും. ആമേൻ. 2, അസംതൃപ്തി നിറഞ്ഞ ജീവിതത്തിൽ സംതൃപ്തി നൽകി സ്വർഗം നിന്നെ അനുഗ്രഹിക്കും. 3, അസാധ്യതകളുടെ നടുവിൽ മഹത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവം നിന്നോട് കൂടെയിരിക്കും. 4, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആമേൻ. കഴിഞ്ഞ രാത്രിയിൽ പോലും നെടുവീർപ്പിന്റെ നിരാശയുടെ കരിമ്പടം വാരിപ്പുതച്ച് ഈ യാമങ്ങൾ തള്ളി നീക്കി ജീവിതമേ, നഷ്ടമായ നന്മകൾ ഇരട്ടിയായി മടക്കിത്തരാൻ കഴിവുള്ള ദൈവം നിനക്കു വേണ്ടി ഇന്നും ജീവിക്കുന്നു. മക്കളെ, അവൻ നിന്റെ കണ്ണുനീര് കാണുന്നു, നിന്റെ വേദന അറിയുന്നു, ഉള്ളത്തെ പൊള്ളിക്കുന്ന നൊമ്പരങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. നിന്റെ നെടുവീർപ്പിന്റെ അർത്ഥം അവിടുന്ന് നന്നായി തിരിച്ചറിയുന്നു. ആമേൻ, ആമേൻ. പച്ചപ്പുഴുവും വിട്ടിലും വെട്ടുക്കിളിയും തുള്ളനും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഇരട്ടിയായി പകരം നൽകുന്ന ദൈവം. പച്ചപ്പുഴു, വിട്ടില്, വെട്ടുക്കിളി, തുള്ളൻ തീരെ നിസ്സാരമെന്ന് തോന്നിയ കാര്യങ്ങൾ, അതെ, പച്ചപ്പുഴു പോലെ വിട്ടിലുപോലെ വളരെ ചെറിയ കാര്യങ്ങൾ, സംഭവങ്ങൾ, ചെറിയ വ്യക്തികൾ, നിസാരം, അവഗണിച്ചു കളയാമെന്ന് കരുതിയ വ്യക്തികൾ, സംഭവങ്ങൾ, അതെ, പച്ചപ്പുഴുവും തുള്ളനും ദീർഘകാലത്തെ നിന്റെ പ്രയത്നഫലം തിന്നുകളഞ്ഞെങ്കിൽ, യെസ്, നന്മയെ നശിപ്പിച്ചു കളഞ്ഞെങ്കിൽ, കുഞ്ഞെ, പരിശുദ്ധാത്മാവ് താങ്കളുടെ ഹൃദയത്തിൽ തൊട്ട് ഈ പ്രഭാതത്തിൽ ആലോചന അറിയിക്കുകയാ. നഷ്ടമായി പോയ നന്മകൾ, ശത്രു അപഹരിച്ച അനുഗ്രഹങ്ങൾ, പ്രതികൂലത്തിന്റെ പച്ചപ്പുഴുവും തുള്ളനും തിന്നുകളഞ്ഞ അനുഗ്രഹങ്ങൾ ഇരട്ടിയായി നിന്റെ കയ്യിൽ മടക്കിത്തരുന്ന ദൈവം ഈ പ്രഭാതത്തിലും നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാ. മക്കളെ, നീ അനുഭവിക്കുന്ന വേദന അവൻ കാണുന്നുണ്ട്. കുഞ്ഞെ, നിന്റെ മനസ്സിൽ നിരാശ നിറഞ്ഞിരിക്കുന്നത് ജീവനെ തന്ന് നിന്നെ സ്നേഹിച്ചവൻ, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നവൻ ഈ പ്രഭാതത്തിലും കാണുകയാണ്. ഹല്ലേലൂയ. മക്കളെ, നിന്റെ ഭവനത്തിൽ ഒരു തരത്തിലും നന്മ പടി കയറി വരാൻ അനുവദിക്കത്തില്ലെന്ന് ശത്രു വിധി എഴുതിയ സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു. പരിഹസിക്കുന്നവരുടെ മുൻപിൽ, പുച്ഛിക്കുന്നവരുടെ നടുവിൽ നിന്നെ അഭിമാനത്തോടെ തല ഉയർത്തി നിർത്തുവാൻ മഹാദൈവം സമയം കുറിച്ചിട്ടുണ്ട്, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. പ്രിയരെ, ക്രിസ്തുവിന്റെ ശരീരമായ പുതിയ സഭ ഈ മണ്ണിൽ സ്ഥാപിതമായ ദിവസം ആദ്യ കൂടിവരവിൽ അഭിഷിക്തനായ പത്രോസ് അവൻ നടത്തിയ തന്റെ പ്രഥമ പ്രസംഗത്തിൽ ആധാരവാക്യമായി ഉപയോഗിച്ചത് ഈ വാക്യമാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 28 മുതലുള്ള വാക്യങ്ങൾ. അതിന്റെ ശേഷമോ, ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. വാക്യമൊന്ന് ശ്രദ്ധിക്കൂ. അതിന്റെ ശേഷമോ? ഏതിന്റെ ശേഷം? ന്യായപ്രമാണത്തിന്റെ യാഗങ്ങളുടെ എല്ലാം പൂർത്തീകരണമായി ദൈവപുത്രൻ പരമയാഗമായി തീർന്നതിന്റെ ശേഷം. അതായത്
മനുഷ്യവർഗത്തിന്റെ പാപത്തിന് ശാശ്വതമായ പരിഹാരം ഉണ്ടായ ശേഷം ഈ അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞെ, ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടിയായിരുന്നു എന്നുള്ള ഉത്തമ ബോധ്യം മക്കളെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായാൽ അതിന്റെ ശേഷം നിന്നെ കാത്തിരിക്കുന്നത് അതിമഹത്തായ വാഗ്ദത്തങ്ങളാണ്. കുഞ്ഞെ, ഇത് പ്രവചിച്ച യോവേൽ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിലും പ്രവചനം മരിച്ചില്ല. വെള്ളിക്കോ അതേ അമേൻ പൊന്നിനോ നിന്നെ വിടുവിക്കാൻ കഴിയത്തില്ല. വചനമായ ക്രിസ്തുവിന് നിന്നെ വിടുവിക്കാൻ കഴിയും. പ്രവാചകൻ മരിച്ചെങ്കിലും പ്രവചനം മരിച്ചില്ല. വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസമില്ലാതെ അത് നിവർത്തിയായിക്കൊണ്ടേയിരിക്കുന്നു. സ്വർഗീയ വാഗ്ദത്തങ്ങൾ മുൻപും കേട്ടിട്ടുള്ളവനാണ് നീ. വീണ്ടെടുക്കപ്പെട്ട ദൈവപൈതലെ, നിന്നോട് പരിശുദ്ധാത്മ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഒന്നുപോലും വൃഥാവാകാതെ സകലവും നിവർത്തിയാകും. ഹല്ലേലൂയ. തലമുറയെക്കുറിച്ച് ദൈവം നിന്നോട് അറിയിച്ച ആലോചന ഒന്നും നിഷ്ഫലമായി പോകത്തില്ല മക്കളെ, സകലവും നിവർത്തിയാകും. അഭിഷിക്തനെ, അങ്ങയുടെ മിനിസ്ട്രിയെക്കുറിച്ച് ദൈവം പറഞ്ഞ ആലോചനയുണ്ടല്ലോ. താങ്കളോട് ദൂത് പറഞ്ഞ ദൈവദാസൻ മൺമറഞ്ഞാലും പ്രവചനം വൃഥാവായി പോകത്തില്ല. കർത്തൃസന്നിധിയിൽ ഹൃദയം പകരുന്ന ജീവിതമേ, ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുമെന്ന് പറഞ്ഞ നന്മകൾ, വാഗ്ദത്തങ്ങൾ നിന്റെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പോവുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യോബേലിന്റെ പ്രവചന കാലഘട്ടം അതെങ്ങനെയുള്ളതായിരുന്നു? 1-ാം അധ്യായം 7-ാം വാക്യം നോക്കണേ. മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും നശിച്ചുപോയി. അർത്ഥാൽ ഇസ്രയേലിന്റെ പാനപാത്രം വരണ്ടുണങ്ങിയ കാലം. വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചു, പുതുവീഞ്ഞ് വറ്റി, എണ്ണ ക്ഷയിച്ചുപോയി എന്ന് പറഞ്ഞാൽ പണ്ടികശാല ഒഴിഞ്ഞുകിടക്കുന്ന കാലം. ഗോശാലകൾ ശൂന്യമായിരിക്കുന്നു, മുന്തിരി പൂക്കുന്നില്ല, അത്തി ഫലം കായ്ക്കുന്നില്ല, ഹോവിടാലയം ശൂന്യമായിരിക്കുന്നു, പുരോഹിതന്മാർ ദുഃഖിക്കുന്നു, വയൽ തരിച്ചു കിടക്കുന്നു, ധാന്യം നശിച്ചു, പുതുവീഞ്ഞു വറ്റിപ്പോയി, എണ്ണ ക്ഷയിച്ചുപോയി, വിത്ത് കട്ടകളുടെ കീഴിൽ കിടന്ന് കെട്ടുപോകുന്നു, കളപ്പുരകൾ ഇടിഞ്ഞു കിടക്കുന്നു, കന്നുകാലികൾക്ക് മേച്ചിലില്ലാതായി, തുള്ളൻ ശേഷിപ്പിച്ചത് വീട്ടിൽ തിന്നുന്നു, വീട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നുന്നു. ഇങ്ങനെ സകലവും പ്രതികൂലമായ സാഹചര്യത്തിൽ പ്രവാചകനിലൂടെ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുകയാ. വെട്ടിലും വിട്ടുക്കിളിയും പച്ചപ്പുഴുവും തുള്ളനും തിന്നുകളഞ്ഞത് ഇരട്ടിയായി മടക്കിത്തരാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രിയരെ, ഒന്ന് ശ്രദ്ധിക്കൂ. തന്റെ ദാസനിലൂടെ നന്മയുടെ ഈ അനുഗ്രഹങ്ങൾ ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ അവർക്ക് ഈ അനർത്ഥം വന്നു ഭവിക്കാനുള്ള കാരണവും വ്യക്തമായി പരിശുദ്ധാത്മാവ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇസ്രായേലിലെ ഈ അനർത്ഥങ്ങളെല്ലാം വന്നു ഭവിച്ചത് നിന്റെ പാപം നിമിത്തമാണ്. മനം തിരിഞ്ഞതാസ്ഥാനപ്പെട്ടാൽ നഷ്ടങ്ങൾ ലാഭത്തിന് വഴിമാറും. ശത്രു അപകരിച്ച നന്മകൾ ഇരട്ടിയായി തിരികെ ലഭിക്കും. ദൈവം നിങ്ങളുടെ നടുവിൽ അത്ഭുതം പ്രവർത്തിക്കും. എന്റെ ജനം ലജ്ജിച്ചു പോകാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പശ്ചാത്താപത്തിന്റെ കണ്ണുനീർ മനസ്സിലുള്ള മഹാദൈവത്തിന്റെ പാദപീഠത്തിൽ വീണാൽ മക്കളെ, തുള്ളൻ തിന്നുകളഞ്ഞ നന്മകൾ, ആമേൻ, വീട്ടിൽ നശിപ്പിച്ച അനുഗ്രഹങ്ങൾ, പച്ചപ്പുഴു കുത്തിക്കളഞ്ഞതിന്റെ അന്തസ്, അഭിമാനം ഇരട്ടിയായി മടക്കിത്തരാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഓ ഹല്ലേലൂയ. പ്രതികൂലത്തിന്റെ നടുവിൽ പ്രജ്ഞയറ്റ് നിൽക്കുന്ന ജീവിതമേ, മറ്റുള്ളവരുടെ നേരെ വിരൽ ചൂണ്ടാതെ, കുറ്റപ്പെടുത്താതെ, അയ്യോ ഈ നാശങ്ങൾക്കെല്ലാം കാരണം എന്റെ കുറ്റമാണെന്ന് തുറന്നു സമ്മതിക്കാം. എന്റെ ജീവിതത്തിൽ വന്നുപോയ പാപമാണ് ഈ പരാജയത്തിന് കാരണമെന്ന് ഒന്ന് ഏറ്റുപറയാം. ആമേൻ. ഒരുപക്ഷെ പ്രിയരെ, നിങ്ങൾ ചിന്തിച്ചേക്കാം, ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. എന്നാൽ തിരുവചനം പറയുന്നു, 1 കൊരിന്ത്യർ 4:4, എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല, എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു. യോബ് എന്താണ് പറയുന്നത്? 15:15, സ്വർഗവും തൃക്കണ്ണിന് നിർമ്മലമല്ല, തന്റെ ദൂതന്മാരിലും അവൻ കുറ്റമാരോപിക്കുന്നു. യെശയ്യാവ് പറയുന്നു, നമ്മുടെ നീതിപ്രവൃത്തികൾ, അത് 64:6, നമ്മുടെ നീതിപ്രവൃത്തികൾ നിരത്തി വെച്ചാൽ എല്ലാം കറപുരണ്ട തുണിയത്രേ. അത് പ്രിയരെ, വേദപുസ്തകം പറയുകയാണ്, സദൃശവാക്യങ്ങൾ 28:13, തന്റെ ലംഘനങ്ങളെ മറച്ചു വയ്ക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. മക്കളെ ശ്രദ്ധിക്കണേ. ലംഘനങ്ങളുണ്ട്, അകൃത്യങ്ങളുണ്ട്, രഹസ്യപാപങ്ങളുണ്ട്, മറഞ്ഞിരിക്കുന്ന തെറ്റുകളുണ്ട്, മഹാപാതകങ്ങളുണ്ട്. എന്നാൽ പാപത്തെ വെറുക്കുമ്പോഴും പാപിയെ സ്നേഹിക്കുന്ന ദൈവം പറയുന്നു, അവർ തങ്ങളുടെ കുറ്റമേറ്റു പറഞ്ഞ് എന്റെ മുഖമന്വേഷിക്കുവോളം ഞാൻ മടങ്ങിപ്പോയി എന്റെ സ്ഥലത്തിരിക്കും. ശ്രദ്ധിക്കൂ, ഇന്ന് പലയിടങ്ങളിലും ഏറ്റുപറച്ചിൽ നടക്കുന്നുണ്ട്, പക്ഷേ അനുതാപത്തിന്റെ കണ്ണുനീരില്ല.
ഏറ്റുപറച്ചിൽ കേവലം ചടങ്ങായി മാറിയിരിക്കുന്നു. നമുക്കറിയാം, ഫറവോനും പാപമേറ്റു പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണ്? പുറപ്പാട് 9:27 നോക്കൂ. ഇടിയും കൽമഴയും പെയ്തിറങ്ങി പറഞ്ഞു, ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ഭയങ്കരമായ ഇടിയും കൽമഴയും മതി. ഇടി കിട്ടിയപ്പോൾ ഒരേറ്റുപറച്ചിൽ. ഏറ്റുപറഞ്ഞതല്ലാതെ പാപം ഉപേക്ഷിച്ചില്ല കേട്ടോ. സ്തോത്രം. ഇനി 10-ാം അധ്യായത്തിലേക്ക് നോക്കൂ, 16-ാം വാക്യം. വെട്ടുക്കിളി ഇറങ്ങി എല്ലാം തിന്നു നശിപ്പിച്ചപ്പോഴും ഫറവോൻ പറഞ്ഞു, ഞാൻ പാപം ചെയ്തിരിക്കുന്നു. പക്ഷെ ഏറ്റുപറഞ്ഞെങ്കിലും പാപം താൻ ഉപേക്ഷിച്ചില്ല. ദൈവത്തിന് സ്തോത്രം. 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നോക്കൂ. തന്റെ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ കഞ്ഞിക്കലത്തിൽ പോലും തവള കയറിയപ്പോൾ അവൻ പറഞ്ഞു, മോശ ഉപദേശി, തവള മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവം എന്നോട് ക്ഷമിക്കണമെന്നോ ഞാനിനി ആവർത്തിക്കത്തില്ലെന്നോ അല്ല, ഇത്തവണ തവളയൊന്നു മാറണം. എന്താ സംഭവിച്ചത്? തവള മാറി. പക്ഷേ അവനും തന്റെ സകല സൈന്യങ്ങളും നാശക്കുഴിയിൽ വീണുപോയി, ആഴക്കടലിൽ മുങ്ങിപ്പോയി. കുഞ്ഞെ, ആഴ്ചതോറും പള്ളിയിൽ ചെന്ന് പുരോഹിതനോട് പാപമേറ്റു പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. പാപമോചകനായ ക്രിസ്തുവിനോട് നിന്റെ പാപമേറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാൻ തയ്യാറാകണം. അങ്ങനെയെങ്കിൽ പാപക്ഷമ കിട്ടും. നമുക്കറിയാം, യൂദയും പാപമേറ്റു പറഞ്ഞതല്ലേ, ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെയാണ് ഒറ്റിക്കൊടുത്തത്. അത് കേവലം സ്വയം പഴിക്കലുന്നതിനപ്പുറം പശ്ചാത്താപത്തിന്റെ പാപബോധമില്ലായിരുന്നു, കുറ്റബോധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ പാപമോചകനായ ക്രിസ്തുവിനോട് തന്റെ പാപമേറ്റു പറയാതെ പള്ളിയിൽ ചെന്ന് പുരോഹിതന്മാരോട് പാപമേറ്റു പറഞ്ഞത്. ഓർക്കണം, പാപബോധവും കുറ്റബോധവും രണ്ടും രണ്ടാണ്. വത്സല സഹോദര, പ്രിയ അമ്മച്ചി, ഒരു പള്ളിക്കും പാപക്ഷമ നൽകാൻ കഴിയത്തില്ല കേട്ടോ. ശ്രേഷ്ഠ മഹാപുരോഹിതനായി ക്രിസ്തുവിനല്ലാതെ ഒരു പുരോഹിതനും പാപക്ഷമ നൽകാൻ യോഗ്യതയില്ല. കാരണം നിന്റെ പാപത്തിന്റെ പരിഹാരമായി പരമയാഗമായി തീർന്നത് ദൈവപുത്രനായ യേശു ക്രിസ്തു മാത്രമാണ്. ഒരു സംഭവം ഓർക്കുന്നു. ഒരിക്കൽ പ്രവാചകനായ നാഥാൻ ദാവീദ് രാജാവിന്റെ അരമനയിൽ ചെന്നു. എന്നിട്ട് സിംഹാസനത്തിലിരിക്കുന്ന ചക്രവർത്തിയുടെ നെഞ്ചിനു നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് താൻ പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെയാ, ആ മനുഷ്യൻ നീ തന്നെയാ. എന്താ സംഭവിച്ചത് നമുക്കറിയാം. അവൻ ദൈവസന്നിധിയിൽ നെടുമ്പാട് വീണുകിടന്ന് തന്റെ പാപമേറ്റു പറഞ്ഞു, പാപക്ഷമ പ്രാപിച്ചു. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ. നിന്നോടല്ലോ ഞാൻ പാപം ചെയ്തിരിക്കുന്നത്. നിന്റെ സന്നിധിയിൽ നിന്ന് തന്തിക്കരയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എല്ലാം നെടുക്കയുമരുതേ. ആമേൻ. ഉള്ളം പിടഞ്ഞുള്ള അനുതാപത്തിന്റെ ഏറ്റുപറച്ചിൽ. ഉള്ളിന്റെ ഉള്ളറിയുന്നവൻ ഉള്ളതുപോലെ മനസ്സിലാക്കി അവിടുന്ന് പ്രഖ്യാപിച്ചു, ദാവീദോ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. പ്രൈസലോ. നമുക്ക് മടങ്ങി വരാം. അതെ കുഞ്ഞുങ്ങളെ, ഈ യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിന്റെ പ്രമേയം യഥാസ്ഥാനപ്പെടുക എന്നുള്ളതാണ്. തെറ്റിപ്പോയ സ്ഥാനത്തുനിന്ന് വീണ്ടും യഥാസ്ഥാനപ്പെടുക. ശ്രദ്ധിക്കണേ, യോവേൽ എന്ന പേരിന്റെ അർത്ഥം യഹോവയാണ് ദൈവം. അങ്ങനെയാ എന്ന് പറഞ്ഞാൽ സത്യദൈവത്തെ മറുത്തും മ്ലേച്ഛതയിൽ കാലം കഴിച്ച ജനസമൂഹത്തിന്റെ നടുവിൽ യഹോവയാണ് ദൈവമെന്ന് പേരുള്ള ഒരു യോവേലിനെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. ആമേൻ. അഹാബിന്റെ കാലത്തും സൃഷ്ടാവിനെ മറന്ന ജനം ബാൽബിംബങ്ങളുടെയും അശേര പ്രതിഷ്ഠകളെയും കുമ്പിട്ട് ആരാധിക്കുന്ന കാലത്ത്, നാട്ടിലൊന്നും യഹോവയുടെ പേര് മിണ്ടാനാകാത്ത കാലത്ത്, ഒരു സാധാരണ കുടുംബത്തിൽ പിറന്നു വീണ പൈതലിന്റെ മാതാപിതാക്കൾ പേരിട്ടു ഏലിയാവ്. അർത്ഥം യഹോവ തന്നെ ദൈവം. ഹല്ലേലൂയ. മ്ലേച്ഛത അരങ്ങുവാഴുന്ന കാലത്ത്, സത്യദൈവത്തിന്റെ പേരുച്ചരിക്കാൻ മടിക്കുന്ന കാലത്ത്, പുറത്തുള്ളവരോട് പറഞ്ഞാൽ കഴുത്തു പോകുമെങ്കിലും അകത്തുള്ളവർ പരസ്പരം പറഞ്ഞു, യഹോവ തന്നെ ദൈവം. ആമേൻ. ഏതാണ്ട് 2 പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ തിസ്ബി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ഭരണകൂടത്തെയും മതമേധാവിത്വത്തെയും തൂക്കിയടിക്കുന്ന, ചുഴറ്റിയടിക്കുന്ന കൊടുങ്കാറ്റായി ഏലിയാവ് രംഗപ്രവേശം ചെയ്യുന്നത് വചനത്തിൽ നാം കാണുന്നു. ഹല്ലേലൂയ. പാപം നിറഞ്ഞ ലോകത്ത് വീടിനുള്ളിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, പരിശുദ്ധാത്മാവ് നിന്നോട് ആലോചന പറയുന്നു. വിശുദ്ധി സൂക്ഷിക്കുന്ന നിന്റെ ഭവനത്തിൽ നിന്നും പർവ്വതങ്ങളെ തകർക്കുന്ന മെതിവണ്ടിയായി, വൻമരങ്ങളെ വെട്ടിവീഴ്ത്തുന്ന വെൺമഴുവായി, ദൈവിക ലക്ഷ്യം ഭേദിക്കുന്ന മിനുക്കിയെ അമ്പാക്കി ദൈവം ഒരുവനെ എഴുന്നേൽപ്പിക്കും. അത് എന്നെ ആയിരിക്കണമേ എന്ന് നീ പ്രാർത്ഥിച്ചു കുഞ്ഞേ. പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട് ഏറ്റെടുക്കാൻ ആർക്ക് കഴിയും? അതെ, നിന്റെ ഭവനത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. ശ്രദ്ധിക്കൂ, യോവേൽ പ്രവചിക്കുമ്പോൾ 4 ശക്തികളാണ് ദേശത്ത് ബാധയായി നിൽക്കുന്നത്. എന്തൊക്കെയാ? തുള്ളൻ, പച്ചപ്പുഴു, വെട്ടിൽ, വെട്ടുക്കിളി.
സ്ഥിതി എന്താ? നാം പ്രാരംഭത്തിൽ കണ്ടു, പണ്ടികശാല ശൂന്യം, വയലുകൾ നശിച്ചു കിടക്കുന്നു, ആലയത്തിൽ ആരാധിക്കാൻ ആളില്ല, ഗോശാലയിൽ കണ്ണുകാലുകളില്ല, കളപ്പുരയിൽ ധാന്യങ്ങളൊന്നുമില്ല, പ്രതീക്ഷയുടെ പടുതിരി നാളം പോലും കാണാനില്ലാത്ത സ്ഥാനത്ത് അഭിഷിക്തനുടെ പരിശുദ്ധാത്മാവ് ദൂതറിയിച്ചു, ശൂന്യത വരുത്തുന്ന ശക്തികളെ നിന്റെ ദേശത്തു നിന്ന്, നിന്റെ ഭവനത്തു നിന്ന്, നിന്റെ തൊഴിൽശാലയിൽ നിന്ന്, നിന്റെ കൂട്ടായ്മയിൽ നിന്ന് അത്യുന്നതന്റെ ശക്തി ആട്ടിയകറ്റും. ഓ, രക്തം ജയം, രക്തം ജയം. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, കർത്താവ് നിന്നോടാണ് പറയുന്നത്. നിന്റെ കുടുംബത്തിൽ ശൂന്യത വരുത്തുന്ന പോരുകളെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഈ പ്രഭാതത്തിൽ ആട്ടിയകറ്റും. വിശ്വസിക്കാൻ കഴിയുമോ? വിശ്വാസത്താൽ കർത്താവിന്റെ വാഗ്ദത്തം കൈക്കൊള്ളുമെങ്കിൽ നീ അത്ഭുതം കാണാൻ പോകുകയാണ്. ആമേൻ, ആമേൻ. ശൂന്യതയുടെ സ്ഥാനത്ത് സമൃദ്ധി നിറയാൻ പോകുന്നു. നീ ശുശ്രൂഷിക്കുന്ന ആലയത്തിന്റെ ശൂന്യത മാറാൻ ദൈവം ആഗ്രഹിക്കുന്നു. വിശ്വാസത്തോടെ കർത്താവിന് മഹത്വം കൊടുക്ക്. അഭിഷിക്തനെ, നിന്നോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ ദേശത്ത് നിന്ന് ആത്മാക്കൾ എഴുന്നേൽക്കാൻ പോകുന്നു. ഓ, സ്തോത്രം, സ്തോത്രം. യെസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടന്നു പോകുന്നൊരു ബിസിനസ്സാ. ഇപ്പോൾ സൂക്ഷിച്ച് ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരിക. ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു പോലും നിനക്കറിയത്തില്ല. സർവശക്തനായ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടുകൊള്ളുക. കുഞ്ഞേ, നിന്റെ പ്രവർത്തന മേഖലയിൽ ശൂന്യത വരുത്തുന്ന പോരുകളെ കർത്താവ് ശാസിക്കുമ്പോൾ ശൂന്യത സമൃദ്ധിക്കോടി മാറും. ഹല്ലേലൂയ. പണ്ടത്തെ പോലൊരു നല്ല കാലം ഒരുക്കി ദൈവം തന്റെ കുഞ്ഞുങ്ങളെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിന്റെ രക്തത്താൽ ജയം. മുച്ചൂട് നശിപ്പിച്ചു കളയുമെന്ന വെല്ലുവിളി. തുള്ളൻ ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നുകയാണ്. വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നുന്നു. പച്ചപ്പുഴു ശേഷിപ്പിച്ചത് തുള്ളൻ തിന്നുന്നു. നന്മയുടെ കണിക പോലും തരികയില്ലെന്ന് വെല്ലുവിളിക്കുന്ന ശക്തികൾ. ഒത്തിരി നാളായില്ലേ കുഞ്ഞെ പച്ചപ്പുഴു നിന്റെ ബിസിനസ് തിന്നാൻ തുടങ്ങിയിട്ട്? തലമുറയുടെ അനുഗ്രഹത്തെ തുരന്നെടുക്കുന്ന പച്ചപ്പുഴു, കുഞ്ഞുങ്ങളുടെ ഭാവിക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന ശക്തികൾ അട്ടഹാസം മുഴക്കുകയല്ലേ? പരിശുദ്ധാത്മ പറയുന്നു, കുഞ്ഞെ, ഇനി നീ ശത്രുവിന്റെ അലർച്ച കേൾക്കത്തില്ല, വെട്ടുക്കിളിയുടെ ചിറകടിയൊച്ച കേൾക്കത്തില്ല. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലേക്ക് തിരിയുക. രക്ഷയ്ക്കായി ദൈവപുത്രന്റെ മുമ്പിൽ മുട്ടുകുത്തുക. തിരുവചനം നിനക്ക് ഉറപ്പു തരികയാണ്, മടങ്ങി വന്നാൽ ഞാൻ നിനക്ക് ധാന്യവും വീഞ്ഞു വെണ്ണയും വർദ്ധിപ്പിച്ചു തരും. അതിനാൽ നിങ്ങൾക്ക് തൃപ്തി വരും. വടക്കുന്നുള്ള ശത്രുവിനെ ഞാൻ നിന്റെ മുമ്പിൽ നിന്നും നീക്കിക്കളയും. അവന്റെ മുൻപടയെ കിഴക്കേ കടലിലും പിൻപടയെ പടിഞ്ഞാറേ കടലിലും ഇട്ടുകളയും. എന്റെ ജനം ഒരു നാളും ലജ്ജിച്ചു പോകയില്ല. ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവപുത്രൻ തന്റെ രക്തത്തിന്റെ വിലയായ ദൈവമക്കളോട് പറയാൻ നൽകിയ ആലോചനയാണ് ഒട്ടും മറച്ചു വയ്ക്കാതെ എളിയവനറിയിച്ചത്. കേട്ട ദൈവശബ്ദത്തിന് മുൻപിൽ നമുക്ക് ഒരു സ്വയപരിശോധനയ്ക്ക് വിധേയരാകാം. കർത്താവ്, എന്റെ ജീവിതത്തിൽ എവിടെയാണ് വീഴ്ച പറ്റിയത്? കഠിനാധ്വാനം ചെയ്തു നേടിയ നന്മകൾ ശത്രു അപഹരിച്ചിരിക്കുന്നു. വിട്ടിലും പച്ചപ്പുഴുവും തുള്ളനും തിന്നുകളഞ്ഞിരിക്കുന്നു. ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ പാപമോചകനായ കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞാൻ തുറന്നു സമ്മതിക്കുന്നു. എന്റെ തെറ്റുകൾ ഞാൻ ഏറ്റുപറഞ്ഞുപേക്ഷിക്കുന്നു. എന്നോട് കരുണ കാണിക്കണം. ഉള്ളുരുകി പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, വിശുദ്ധ തിരുവഴുത്തിലൂടെ പരിശുദ്ധാത്മാവ് നിനക്ക് ഉറപ്പു തരികയാണ്. എന്താ ഉറപ്പ്? മലാഖി 3:10. ഞാൻ വെട്ടുക്കിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയത്തില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകത്തില്ല. കുഞ്ഞെ, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തി നിന്റെ സങ്കീർണമായ വിഷയത്തിന് പരിഹാരമൊരുക്കുകയാണ്. നന്മയെ തിന്നുകളയുന്ന ശക്തികളെ ഇന്നു പുലരിയിൽ മഹാദൈവം ശാസിക്കുന്നു. വിശ്വാസത്തോടെ, പ്രതീക്ഷയോടെ, സമർപ്പണ ഹൃദയത്തോടെ ഒരു വാക്ക് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്ന് വചനം ശ്രദ്ധിച്ചെല്ലാം പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ശത്രു അപഹരിച്ചു കളഞ്ഞ നന്മകൾ എന്റെ ദൈവം ഇരട്ടിയായി മടക്കിക്കൊടുക്കുന്നത് കൊണ്ട് സ്തോത്രം, സ്തോത്രം. അവിടുന്ന് വാക്ക് പറഞ്ഞതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. അഭിഷിക്തന്മാർ, സുവിശേഷ വേലക്കാർ ശുശ്രൂഷയിൽ ശോഭിച്ചു വരട്ടെ. പാപക്ഷമ പ്രാപിച്ച ദൈവകുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസത്തിൽ, ജോലിയിൽ, കുടുംബജീവിതത്തിൽ, സമസ്ത മേഖലയിലും കർത്താവിന്റെ കരം അവർക്ക് അനുകൂലമായി വെളിപ്പെടുന്നുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പുലരിയിൽ ശാസിക്കേണ്ടതിനെ ദൈവം ശാസിക്കുന്നത് കൊണ്ട് സ്തോത്രം. ജനത്തിന് ദിവ്യ സമാധാനം നൽകുന്നത് കൊണ്ട് നന്ദി പറയുന്നു. അവരുടെ മനസ്സിൽ പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ പൊട്ടിമുളയ്ക്കുവാൻ കാരണമായതുകൊണ്ട് സ്തോത്രം. രക്ഷകന്റെ പാത പിന്തുടരാൻ ഏവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ ഈ പ്രാർത്ഥനയും സർവശക്തനായ ദൈവം കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
പ്രിയരെ, പരിശുദ്ധാത്മാവിന്റെ അരുളപ്പാട് പങ്കുവച്ചത് സുവിശേഷകൻ രാജൻ ഫിലിപ്പാണ്, അടിമാലിയിൽ നിന്നും. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനുള്ള നമ്പർ അറിയിക്കാം: 9072141834. മറ്റൊരു നമ്പർ കൂടിയുണ്ട്, 9072140929. പ്രിയരെ, ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. നമ്മുടെ ഈ ചാനൽ ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമേ. അത് ഷെയർ ചെയ്യണം. ഈ സന്ദേശം മറ്റുള്ളവർക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എഴുതണം. അങ്ങനെ ചിലര് കൂടെ ദൈവവചനം കേൾക്കാനിടയായി തീരട്ടെ. ദൈവം അനുവദിച്ചാൽ അടുത്ത പ്രഭാതത്തിലും വചനത്തിന്റെ വെളിച്ചത്തിൽ പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് കൂടാം. അതുവരെ സർവ്വകൃപാലുവായി കർത്താവ് എല്ലാവരെയും കൺമണി പോലെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഇൻ ജീസസ് നെയിം.